Hardest, welcome to MS Solution. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ. അപ്പോ ബയോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നുള്ള തമ്പുമായി കണ്ടുവന്ന മക്കളാണ് നിങ്ങൾ. അതായത് നമ്മുടെ MS സൊല്യൂഷൻ നമ്മളെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മാത്സ് ആവട്ടെ, നമ്മൾ പറഞ്ഞത് തന്നെ ഇംഗ്ലീഷ് ആവട്ടെ, നമ്മൾ പറഞ്ഞത് തന്നെ വന്നിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് തോന്നും ബയോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പറും ചോർന്നോ എന്ന് തോന്നും. എടാ, ഇന്ന് നടക്കുന്ന കൃത്യം 7:15 നടക്കുന്ന ബയോളജിയുടെ ആ ഒരു പ്രൊഡിക്ഷൻ വീഡിയോക്ക് എന്റെ മക്കൾ പോന്നോ? ആ വീഡിയോയിൽ സാർ എന്താണോ പറയുന്നത്, വെറും 30 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. ആ 30 ക്വസ്റ്റ്യൻസ് എന്താണോ അത് പഠിച്ചു പോയിക്കോ. നിനക്ക് എക്സാം ഹാളിൽ ഈ സാറിന്റെ ഫേസ് ഇങ്ങനെ കാണാൻ പറ്റും. അതായത് ഞാൻ എന്താണോ പറയുന്നത് അത് തന്നെ വരുള്ളൂ. ആ ഒരു ഭാഗം നീ കൃത്യമായി നോക്കിക്കൊണ്ടു. ഇത് സാറ് ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയതോ ഒന്നുമല്ല. സാർ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകളും റെഫർ ചെയ്തിട്ട്, ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ റെഫർ ചെയ്ത് അതിൽ റിപ്പീറ്റ് ആയി ചോദിച്ചുള്ള ആ ചോദ്യങ്ങളാണ് എന്റെ മക്കളുടെ മുമ്പിലേക്ക് നമ്മൾ ഇന്ന് പ്രഡിക്ഷൻ വീഡിയോ ആയിട്ട് വരാൻ പോകുന്നത്. അപ്പോ ഇന്ന് കൃത്യം 7:15 ഫ്രണ്ട്സിനെ കൂട്ടി വന്നോ, നിനക്കൊരിക്കലും നഷ്ടമാവില്ല. കാരണം ജുനു സാറ് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയല്ലേ, ഓണം എക്സാം നമ്മളെ ലൈവ് കണ്ട കുട്ടികൾക്ക് 35 മാർക്കിന് മുകളിൽ ഷുവർ ആയിരുന്നു. ഞാൻ പറയുന്നു ഇന്നത്തെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ ഈ ഒരു പ്രൊഡിക്ഷൻ വീഡിയോ ഒന്ന് കണ്ടാൽ നിനക്ക് 36 മാർക്കിന് മുകളിൽ എന്തായാലും ഷുവർ ആയിട്ട് ലഭിക്കും. കാരണം അത്ര പ്രഡിക്റ്റഡ്, നമ്മൾ എന്താണ് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് സാർ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് ഇന്ന് കൃത്യം 7:15 വരാം, മറക്കല്ലേ.